ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. നക്ഷത്രജാലത്തിലേക്ക് പ്രിയപ്പെട്ടവരെ സ്വാഗതം ചെയ്യുന്നു. ജ്യോതിശാസ്ത്രം ജ്യോതിസുകളെ സംബന്ധിക്കുന്ന ശാസ്ത്രമാണ്. സൂര്യൻ, ചന്ദ്രൻ, ഗ്രഹങ്ങൾ, നക്ഷത്രങ്ങൾ ഇവയെല്ലാം ജ്യോതിസുകൾപ്പെടും. ചരാചരങ്ങളുടെ വളർച്ചയെയും ജീവിതത്തിൻ്റെ ഗതിവിഗതികളെയും നിയന്ത്രിക്കുന്നതിൽ ജ്യോതിസുകൾക്ക് കാര്യമായ പങ്കുണ്ട്. അത്യാധുനിക ശാസ്ത്ര സത്യങ്ങൾക്ക് പോലും അതിനെ നിഷേധിക്കാൻ സാധ്യമല്ല. വാനനിരീക്ഷണത്തിന് ശാസ്ത്രീയ സൗകര്യങ്ങൾ നമുക്ക് ലഭ്യമാകുന്നതിനും എത്രയോ കാലങ്ങൾക്ക് മുന്നേ നമ്മുടെ പിതാമഹന്മാർ ഭൂമിയിലിരുന്ന് യാതൊരു ഉപകരണങ്ങളുടെയും സഹായമില്ലാതെ കണക്കുകൂട്ടി നക്ഷത്രയോഗങ്ങളും ഗ്രഹണങ്ങളും മറ്റും തെറ്റുകൂടാതെ പ്രവചിച്ചിട്ടുണ്ട്. അവർ വേർതിരിച്ചെടുത്ത അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നക്ഷത്രങ്ങളെ നമ്മുടെ ജന്മനക്ഷത്രങ്ങളാക്കി അവയിലൂടെ നമ്മുടെ ത്രികാല ഫലങ്ങൾ പ്രവചിക്കുവാനും അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ആ നക്ഷത്രശാസ്ത്രശാഖ ഇന്ന് വളരെ കൂടുതൽ വളർന്നിരിക്കുന്നു. ജന്മനക്ഷത്രങ്ങളെ ആധാരമാക്കി ഒരു വർഷക്കാലത്തെ ഫലം പ്രവചിക്കുകയാണ് നക്ഷത്രജാലം. ഭാവി ഫലം അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു അനുഗ്രഹമാണ്. ആദ്യ നാളായ അശ്വതി തന്നെ നോക്കാം. ഈ നക്ഷത്രത്തിൽ പിറന്നവർ ഏതു കാര്യവും ആലോചിച്ച് മാത്രമേ തീരുമാനമെടുക്കുകയുള്ളൂ. അസാമാന്യമായ ഓർമ്മശക്തിയും വിജ്ഞാനവും ഈ നാളുകാർക്കുണ്ട്. ഈ നക്ഷത്രത്തിൽ പിറന്നവർ പൊതുവെ ആരോഗ്യവാന്മാരായിരിക്കും. വിനയം, സത്യസന്ധത എന്നിവ ഇവരുടെ മുഖമുദ്രയാണ്. തങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവരുടെ അഭിപ്രായങ്ങൾ പൂർണ്ണമായും എതിർക്കും. ആർക്കും പിടികൊടുക്കാതെ തന്ത്രപൂർവ്വം വഴിമാറുന്ന സ്വഭാവം ഇവർക്കുണ്ട്. ശാന്ത സ്വഭാവമുള്ളവരായി കണ്ടുവരുന്നു അശ്വതി നാളിൽ പിറന്നവർ. ഇവർ സമ്മർദ്ദങ്ങൾക്കും പ്രലോഭനങ്ങൾക്കും അടിമപ്പെടാറില്ല. പ്രതിസന്ധികൾ തളരാതെ പ്രവർത്തിക്കുവാനുള്ള കഴിവും മാർജവും ഈ നാളുകാർക്കുണ്ട്. കർത്തവ്യബോധം കൂടുതലായിട്ടുള്ള ഈ നാളുകാർ കുടുംബജീവിതം സന്തോഷകരമാക്കാൻ കഠിന പ്രയത്നം ചെയ്യുന്നവരാണ്. എന്നാൽ ഇവരുടെ വിവാഹ ജീവിതം ക്ലേശകരമായി കണ്ടുവരുന്നു. അന്ധവിശ്വാസങ്ങളിലും അനാചാരങ്ങളിലും വിശ്വസിക്കാത്തവരാണ് ഈ നാളിൽ പിറന്നവർ. എന്നാൽ ഇവർക്ക് ഈശ്വരചിന്ത കൂടുതലായി കണ്ടുവരുന്നു. സ്വജനങ്ങളിൽ നിന്നും മനോവിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ഈ നാളുകാർക്കുണ്ടാകാറുണ്ട്. മറ്റുള്ളവരുടെ സഹായമില്ലാതെ തന്നെ ഉന്നതിയിലെത്തുവാൻ ഈ നാളുകാർ അശ്രാന്തം പരിശ്രമിക്കുന്നവരാണ്. 30 വയസ്സിന് ശേഷമുള്ള കാലമാണ് ഈ നാളുകാർക്ക് സന്തോഷകരമായി കാണാറുള്ളത്. അനുസരണക്കേട് ഇവർ ഒരിക്കലും പൊറുക്കില്ല. ഈ നക്ഷത്രത്തിൽ പിറന്ന സ്ത്രീകളുടെ കാര്യത്തിലും മുൻപ് പറഞ്ഞ കാര്യങ്ങൾ ബാധകമാണ്. അന്ധമായ ഈശ്വരചിന്ത കൂടുതലുള്ളവരാണ് ഈ നാളിൽ പിറന്ന സ്ത്രീകൾ. ദുശാഠ്യവും വാചാലതയും ഈ നാളിൽ പിറന്ന സ്ത്രീകളുടെ പ്രത്യേകതയാണ്. ഭർത്താക്കന്മാരോട് കൂറും സ്നേഹവും ബഹുമാനവും പ്രകടിപ്പിക്കുമെങ്കിലും വിധേയത്വം കാണിക്കുന്നതിൽ ഇവർ പിറകിലായിരിക്കും. ഇനി ഒരു വർഷത്തെ ഫലം അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. ആദ്യമായി ഈ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തുക. അപ്പോൾ പുതിയതായി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.